ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത ചിപ്പിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പറയുകയാണ്, എത്ര കഷ്ടപ്പെട്ടാന്നറിയാമോ ഓരോ പേരൻസും മക്കളെ എല്ലാം പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അവർക്ക് വേണ്ടിയുള്ള സ്വർണവും ഭക്ഷണവും ഒക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ നമ്മൾ ആ ഭക്ഷണത്തെ കളിയാക്കാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ചിപ്പി പറയാണ്, ഇല്ല, കളിയാക്കാൻ പാടില്ല എന്ന്. അതാ പറയുന്നത്, നമ്മൾ ആരെയും കളിയാക്കാൻ പാടില്ല. അങ്ങനെ കളിയാക്കി കഴിഞ്ഞാലേ ദൈവം നമുക്ക് ശിക്ഷ തരും. അതൊക്കെ ഇരിക്കട്ടെ അമ്മേ, ഇന്നലെ അമ്മയും ഡാഡിയും ഒറ്റക്കായിരുന്നല്ലേ ഈ വീട്ടിൽ? അതെ, ആയിരുന്നു. അതിനെന്താ? എന്നോട് മുത്തശ്ശി ചിലതൊക്കെ പറഞ്ഞു. എന്താടി? എന്താ? നീ അടി മേടിക്കേ, ഓടിക്കവിടുന്ന് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് ഓടിച്ചു വിടുക. ഇതേ സമയം തന്നെ നമ്മുടെ മഹേഷും അതേപോലെ തന്നെ മഹേഷിൻ്റെ അച്ഛനും കൂടി എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് വരിക. അങ്ങനെ അവരവിടെ സെറ്റിലിരിക്കുമ്പോൾ ഇഷിത വന്നിട്ട് കൊച്ചിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. കൊച്ചിന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഇഷിതയുടെ അമ്മായിയമ്മ അങ്ങോട്ട് വരുന്നത്. അപ്പം അമ്മായിയമ്മ പറയാം, ഇതിലേ ദോശ കുറവാണ് കേട്ടോ, അതുകൊണ്ട് നീ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. ഇന്നലെ പറഞ്ഞേക്കണം അങ്ങനെയാണല്ലോ, ഇവിടെ കൊണ്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കില്ല എന്ന്. അപ്പോൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ അമ്മായിയമ്മ. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, അമ്മേ അത് പിന്നെ എങ്ങനെ ശരിയാവുന്നത്? അതെ, ഇതിൽ ദോശ കുറവാണ്, ഇത് നോക്കിക്കണ്ടേ, ഇതിൽ 4 ദോശയേ ഉള്ളൂ, അതുകൊണ്ട് നീ ഇന്ന് ദോശ കഴിക്കണ്ട. 2 ദോശ എനിക്കും 2 ദോശ അവൾക്കും ഉള്ളതാണ്. ഓ, അങ്ങനെ ഇപ്പം മനസ്സിലായ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഇഷിതയുടെ അമ്മായിയച്ഛൻ മഹേഷിനോട് പറയാണ്, എടാ അമ്മായിയമ്മ പോര് തുടങ്ങി, പക്ഷേ ജയിക്കാൻ പോകുന്നത് ഇവിടെ മരുമകൾ തന്നെ ആയിരിക്കും, അല്ലാതെ അമ്മായിയമ്മയ്ക്ക് ജയം ഉണ്ടാവില്ലല്ലോ. ഇഷിതയുടെ മുന്നിലാണ് കളി. അല്ലെങ്കിലോ അച്ഛാ, അങ്ങനെയാണല്ലോ, അതിലൊരു വ്യത്യാസവും വരാനായിട്ട് പോകുന്നില്ലല്ലോ അച്ഛാ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണാം. അങ്ങനെ നമ്മുടെ ഇഷിത പറയാണ്, അയ്യോ അമ്മ രാവിലെ ദോശ കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. എത്രണ്ണം കഴിച്ചു? ഞാൻ ദോശ 2 കഴിച്ചല്ലോ. എൻ്റെ ദൈവമേ, 2 ദോശ അമ്മ കഴിച്ചു എന്നോ? ഞാൻ 2 ദോശ കഴിച്ചു. അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞെന്താ, അമ്മക്ക് മത്സരത്തിന് പങ്കെടുക്കാൻ പോകണ്ടേ? അപ്പം സൗന്ദര്യം നോക്കണ്ടേ? ഇങ്ങനെ 2 ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെടൂലേ? അയ്യോ മോളെ ഇഷിതേ, ഞാൻ ആ കാര്യം ആലോചിച്ചില്ല. ആലോചിക്കണം. അമ്മ 1 ദോശയെ കഴിക്കാനായിട്ട് പാടുള്ളായിരുന്നു. ഇനിയിപ്പോൾ 2 ദോശ കഴിച്ചു അല്ലേ, ഇനി വന്നിട്ട് കഴിക്കാൻ പോവാന്നോ? അയ്യോ മോളെ, എനിക്ക് വേണ്ട. അതാ പറഞ്ഞത്, സൗന്ദര്യം നോക്കണമെന്ന്. അമ്മയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടാലേ അമ്മയ്ക്ക് മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് കഴിയില്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന മഹേഷിനും മഹേഷിൻ്റെ അച്ഛനും ചിരി സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നോക്കി നിന്ന നാത്തൂനാണെങ്കിൽ ആകെ കാലി ഒന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. മോളെ ഇഷിതേ, എനിക്ക് വേണ്ടട്ടോ, ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് ഏതായാലും എൻ്റെ സൗന്ദര്യം നോക്കണം. മോളെ ഇഷിതേ, ഈ 2 ദോശ മോള് തന്നെ കഴിച്ചോ, മോൾ അവിടെ ഇരിക്കേ, അതെ അമ്മ വിളമ്പിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ നാത്തൂൻ പറയാം, അല്ലല്ല പറ്റില്ല, ആ ദോശ എനിക്കുള്ളതാണ്. കണ്ടോ അമ്മയുടെ മകള് പറയുന്നത്, ദോശ അമ്മയുടെ മകൾക്കുള്ളതാന്ന്. ഇന്നലെ ചേച്ചിയുടെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കേ ടെമ്പറേച്ചർ നല്ല കൂടുതലായിരുന്നു. അന്നേരം പറഞ്ഞതാണ് രാവിലത്തെ ഭക്ഷണം പാടില്ല എന്ന്. ഇപ്പതേ ദോശ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. എങ്ങനെയുണ്ടാവും അമ്മേ? അവൾ പറയുന്നത് മുഴുവന് കള്ളത്തരമാണ്. മിണ്ടാതിരിക്കടി. ഇവളെ ഇഷിത മോള് ഡോക്ടറാണ്, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ മതി. ഇഷിത മോളിരിക്കേ, അമ്മ വിളമ്പിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയ്ക്ക് 2 ദോശയും സാമ്പാറും ഒക്കെ വിളമ്പി കൊടുക്കുകയാണ്. ചിപ്പിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരി വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. മഹേഷിനും അതേപോലെ തന്നെ മഹേഷിൻ്റെ അച്ഛനും ഇത് നേരത്തെ അറിയായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയുടെ വീടാണ്. അപ്പം ഇഷിതയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ചേർന്നുകൊണ്ട് പത്രം വായിക്കുകയാണ്. ഇത് കണ്ടോ, ഈ പത്രത്തിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? കറണ്ട് ബില്ല് കൂട്ടിയെന്ന്. ഇനി പലതും കൂടും, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കൂടുതലാണ്. നമ്മളൊക്കെ എങ്ങനെ ഇനി ജീവിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ദൈവത്തോർത്ത് ഈ പത്രമൊക്കെ ഒന്ന് വായിക്കാതിരിക്കാവോ? പത്രം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം വായിച്ചാൽ മതി. വാരഫലം, ചേട്ടൻ്റെ വാരഫലം എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയട്ടെ ഇതിൽ നോക്കിയിട്ട്. നീ പറ. അതെ, സന്താന ഭാഗ്യം. 2 സന്താനം ഉണ്ടായിട്ടുണ്ട്, അത് തന്നെ ഒരു ഭാഗ്യമല്ലേ? ഇനിയിപ്പോൾ വേറൊരു സന്താനവും കൂടി ഉണ്ടാവണമെങ്കിൽ, അല്ല അന്ന് ആലോചിച്ച് നോക്കി മാഷേ,
നമ്മുടെ ആ പഴയ കാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. നമ്മുടെ ഇഷുവും ഐഷുവും ഒക്കെ ചേർന്നുള്ള ആ കാലം എന്ത് രസമായിരുന്നല്ലേ. അവരുടെ കുട്ടിത്തവും നമ്മളോടുള്ള കളിയും ചിരിയും വർത്താനോ ഒക്കെ അതൊക്കെ മറക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണ് അങ്ങനൊരാഗ്രഹം ഇനിയുണ്ടോ? അങ്ങനൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാം. ഈ പ്രായത്തിലും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതയുടെ അനിയനോ അനിയത്തിയോ അങ്ങോട്ട് മാറും. അപ്പോൾ അവൾക്കും വലിയ സന്തോഷവും. അയ്യോ എൻ്റെ ദൈവമേ, മാഷൊന്ന് നിർത്തിക്കണ്ടേ. എനിക്ക് ആ പഴയ കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് യാതൊരു താല്പര്യമില്ല. എനിക്ക് ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചാൽ മതി. പിന്നെ ഇനി വയസ്സാം കാലത്ത് ഇനി അനിയത്തിയോ അനിയനോ ഉണ്ടായിട്ട് താലേ കൂടി മുണ്ടും വിരിച്ചിട്ടൊക്കെ നടക്കേണ്ട ഒരു അവസ്ഥയായി പോകും. അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമ്മുടെ ഇളയമെന്ന് വിളിച്ചുകൊണ്ട് അവൾ വരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരം. അതേതായാലും നിനക്ക് കേൾക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, എനിക്കും കേൾക്കണമെന്ന് സുചി പറയുക. അതെ, മക്കൾക്കേ അതൊന്നും കേൾക്കാനായിട്ട് പാടില്ല. നീ കേൾക്കേണ്ട കാര്യങ്ങളാവുമ്പോൾ കേൾപ്പിച്ച് തരാന്നേ. ഞാനൊരു കാര്യം പറയാളമ്മേ, കൊച്ചുങ്ങൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി പറയണം. അല്ലാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അതൊന്നും ശരിയാവാത്ത കാര്യമാണ്. ആണോ? എങ്കിൽ നീ ഡൗട്ട് ചോദിക്കേ, അറിയാവുന്ന ഉത്തരമൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു മഹേഷും ചിപ്പിയും അതേപോലെ തന്നെ ഇഷിതയും കൂടി വരികയാണ്. ഇത് 3 പേരും ഉണ്ടല്ലോ. മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി കെട്ടിപ്പിടിച്ച് ഓരോ വർത്തമാനങ്ങൾ സംസാരിക്കണം. അല്ല നിങ്ങളിത് എങ്ങോട്ടാണ്? അല്ല ഞങ്ങള് ചേച്ചിയുടെ അടുത്തേട്ട് പോവാ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് മൻസൂരി അമ്മയെ ഒന്ന് സോപ്പ് ഇടണമല്ലോ. ചെല്ലേണ്ട അവിടെ താമസം. ഇഷിത ചേച്ചിക്കിട്ട് നല്ല പണി തന്നെയായിരിക്കും. കാരണം സാരിയിൽ സാമ്പാർ ഒഴിച്ചതും പിന്നെ തല്ലാനായിട്ട് കൈ ഉയർത്തിയതും അങ്ങനെ കുറേയൊക്കെ കിട്ടും. അങ്ങോട്ട് ചെല്ലേണ്ട താമസം. നിങ്ങൾ അടിച്ച് പുറത്താക്കും. ആ ഒരു കാര്യമൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ എന്നാലും അങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അവരെ കാണണമല്ലോ, കണ്ട് സംസാരിക്കണമല്ലോ. പിന്നെ മഹേഷ് ഏട്ടനും കിട്ടുവേ 8ന്റെ പണി. അവിടെ അത്രയും പണി ഒപ്പിച്ചതിന്. എന്തായാലും നോക്കാം, എവിടം വരെ ആകുമെന്ന് നോക്കാം എന്നൊക്കെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് നമ്മുടെ മഹേഷിൻ്റെ മകൻ്റെ രണ്ടാനച്ഛനായിരുന്നു. അയാൾ വിളിച്ചിട്ട് പറയുകയാണ്, മഹേഷേ മഹേഷിൻ്റെ മകനെ മഹേഷിനോടൊന്ന് സംസാരിക്കണമെന്ന്. അവനൊരു യാത്ര പോവുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് പഠിക്കാനായിട്ട്. അപ്പോൾ നിന്നെ ഇൻസൾട്ട് ചെയ്തല്ലോ, ആ ഇൻസൾട്ട് ചെയ്തതിന് വല്ലാത്തൊരു സങ്കടം തോന്നിയെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാണ്, മകനല്ലേ, ഞാൻ ഏതായാലും അവൻ്റെ കയ്യിൽ കൊടുക്കാം. നിനക്ക് എന്താ അവനോട് സംസാരിക്കണം എന്ന് മഹേഷ് പറയുക. അങ്ങനെ മഹേഷിൻ്റെ മകൻ്റെ കയ്യിലേക്ക് എടുത്ത് ഫോൺ കൊടുക്കുകയാണ്. ആദിയുടെ കയ്യിലേക്ക് എടുത്ത് ഫോൺ കൊടുക്കുകയാണ്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് കലി വരികയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കരുതെന്ന്. നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മോനെ? വേണ്ട, എനിക്ക് നിങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതും നോക്കി അറപ്പാണ്, വെറുപ്പാണ്. ഇനി മേലെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ രണ്ടാനച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ടാനച്ഛൻ മഹേഷിനോട് പറയാൻ, എടാ മണ്ട, നീ അല്ലാതെ ഈ കാര്യങ്ങൾ വിശ്വസിക്കോ? നിന്റെ മകന് സംസാരിക്കണ പോലും. എടാ, നിന്റെ മകനെ വെച്ചുകൊണ്ട് തന്നെ നിനക്കിട്ട് നല്ലൊരു അടി തരാൻ വേണ്ടിയാടാ ഞാനേ അവനെ പാല് കൊടുത്ത് വളർത്തുന്നത്. നിന്റെ കൈക്കിട്, നിന്റെ തലക്കിട് തന്നെ അവൻ കൊത്തും. അങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണണോടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കണം. മഹേഷിനത് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് കാണിക്കുന്നത് ഈ മൻസൂരിയമ്മയുടെ വീടാണ്. അപ്പോൾ ഇഷിതയുടെ ചേച്ചിയും അതേപോലെ തന്നെ ഹസ്ബൻഡും കൂടി സംസാരിക്കുകയാണ്. നമുക്ക് പോയാലേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ ശരിയാവുന്നു, ആർക്ക് പോകണമെന്ന്. അവരുടെ കാര്യം സംസാരിച്ചു പോകരുത്. അല്ലെങ്കിലും എന്തിനാ, എൻ്റെ അമ്മയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തവരല്ലേ, അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പോൾ വരുന്നു മൻസൂരിയമ്മ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് വരികയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ചേച്ചിയില്ലേ, നിന്റെ അനിയത്തി എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ മറക്കാനായിട്ട് പോകുന്നില്ല. അവളും അവളുടെ ഭർത്താവും കൂടി ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തിപ്പോകരുത്, രണ്ടിനെ ഞാൻ അടിച്ചോടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ സംസാരിക്കുക. ആ സമയത്താണ് പെട്ടെന്ന് വീടിൻ്റെ വാതിക്കയിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്നൊരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. അപ്പോൾ ഇഷിത ചോദിക്കുകയാണ്, ഇനി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറയും, നമ്മളടിച്ച് പുറത്താക്കും? ഇല്ലെന്നേ, അതിനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മൻസൂരിയമ്മ
ഭയങ്കര അരിശത്തോടു കൂടി തന്നെ ഇപ്പം തന്നെ അവരടിച്ച് പുറത്താക്കുന്ന രീതിയിലാണ് വരിക. എന്നിട്ട് ചോദിക്കണം, ആരാ, എന്താ, എന്ത് വേണം, നിങ്ങൾക്ക് വഴിതെറ്റിപ്പോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ഇഷിത, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദേ ഇങ്ങനെ ചോദിക്കുമെന്ന്. അപ്പോൾ ഈ മൻസൂരി അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ നിൽക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എൻ്റെ ഇളയമയെ പോലെ തന്നെയാണെന്ന്. ഇതേപോലെ എൻ്റെ ഇളയമയോട് ഞാൻ വഴക്കിട്ട് പോയപ്പോഴേ എൻ്റെ IAS ഇളയമ്മ എന്നോട് ചോദിച്ചു എന്താ, എവിടെയാ, എങ്ങോട്ടാന്നൊക്കെ. പക്ഷേ പെട്ടെന്ന് തന്നെയാണ് എൻ്റെ ഇളയമ്മയുടെ മനസ്സലിഞ്ഞത്. മോനെ ദേ നീ പോകല്ലേ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കെട്ടിപ്പിടുത്തോ മുത്തം തരലും ഒക്കെ ആയിരുന്നു. ഞാനൊരു മാപ്പ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഇളയമ്മ ആകെ അലിഞ്ഞുപോയി. ദേ മൻസൂരിയമ്മനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഇളയമ്മയെ ഓർമ്മ വരുന്നത് IAS ഇളയമ്മ. അതേ പ്രൗഢിത്വം വന്ന വരവ് കണ്ടപ്പോൾ IASകാരി വരുന്നത് പോലെയാണ് ഇഷിത എനിക്ക് തോന്നിയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മൻസൂരിയമ്മയുടെ മനസ്സങ്ങോട്ട് അലിഞ്ഞു പോവുകയാണ്. മോനെ നീ എന്താ പറഞ്ഞത്? കണ്ടോ, വിളിച്ചത് കേട്ടോ ഇഷിത? എൻ്റെ ഇളയമ്മ വിളിക്കുന്നു അതേപോലെ തന്നെ മോനെ എന്ന്. ദേ മൻസൂരിയമ്മനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഇളയമ്മയാണ് ഓർമ്മ വരുന്നത്. മോൻ്റെ ഇളയമ്മയെ പോലെയാണ് എന്നെ തോന്നുന്നത്, IASകാരിയെ പോലെയാണ് എന്നെ തോന്നുന്നത്. അതെ, IASകാരിയെ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെയേറെ സന്തോഷമായി. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ അമ്മയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയണം. അയ്യോ മോനെ, എൻ്റെ കാൽക്കലൊന്നും വീഴണ്ട, ഞാൻ അങ്ങോട്ട് ക്ഷമിച്ചിരിക്കുന്നു. ദേ മോൻ വാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കണ്ടോ ഇഷിത, കണ്ടോ എൻ്റെ ഇളയമ്മയ്ക്കുള്ള അതേപോലത്തെ സ്നേഹമാണ് ഈ അമ്മയ്ക്കുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇളയമ്മയെ അതേപോലെ വാർത്ത വെച്ചിരിക്കുകയാണ്. എൻ്റെ ഭാര്യയോടും ഒന്ന് ക്ഷമിക്കൂലേ? അങ്ങനെ നമ്മുടെ ഇഷിതയും അങ്ങോട്ട് ചെല്ലുകയാണ്. അമ്മേ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് ക്ഷമിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കാൽക്കൽ വീഴുകയാണ്. കാൽക്കൽ നിങ്ങൾ രണ്ടുപേരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിത കണ്ടോ എൻ്റെ ഇളയമയും ഇതേപോലെ തന്നെയായിരുന്നു. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞെങ്കിൽ മക്കളെ ഇരിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് മൻസൂരി അമ്മയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോപ്പിടുക. അങ്ങനെ സോപ്പ് ഇട്ടുകൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദേ വരുന്നു നമ്മുടെ ഇഷിതയുടെ ചേച്ചിയുടെ ഭർത്താവ് ഇറങ്ങിയവരെ. നിങ്ങളോട് ഇങ്ങോട്ട് കയറിയിരുന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ എൻ്റെ അമ്മയോട് ഇത്തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് ദേ ഇനി ഇങ്ങോട്ട് കയറി വരാൻ നാണമില്ലേ? ദേ ഇത് കണ്ടോ അമ്മേ, ഇതേപോലെ ഒരു മകനും എൻ്റെ ഇളയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവനൊരു തെമ്മടി, കണ്ടോ, അങ്ങനെയുള്ള മകനെ ശകാരിച്ച് നിർത്തുമായിരുന്നു എൻ്റെ ഇളയമ്മ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മൻസൂരി അമ്മയാണെങ്കിൽ എടാ വീട്ടിൽ വന്നവരോട് ഇങ്ങനെയാണോ അവിടെ സംസാരിക്കുന്നത്? നമ്മുടെ ആൾക്കാരല്ലേ, നല്ല രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കണ്ടേ? ആണോ, മാന്യമായിട്ട് സംസാരിക്കണം. കണ്ടോ ദേ എൻ്റെ ഇളയമ്മ IAS അമ്മ ഇതേപോലെ പറയുമായിരുന്നു. ഇതൊക്കെ കേട്ട് നിന്ന നമ്മുടെ ഇഷിതയുടെ ചേച്ചിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ മൻസൂരി അമ്മ മകനെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുക. അപ്പോൾ ഇഷിതയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ ചെയ്ത് കൂട്ടിയത്? നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെ എന്ത് സംഭവിച്ചു? ഞാനാകെ ബ്ലൈൻഡ് ആണ് കേട്ടോ, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ അവർ രണ്ടര അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇനി മഹേഷേ നമ്മൾ അടിക്കാൻ വല്ലതും ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും മഹേഷേ? അങ്ങനെയാണെങ്കിൽ ഒറ്റൊരു വഴിയേ ഉള്ളൂ, ഞാൻ ഇറങ്ങി ഓടും, നീ ഇരുന്ന് അടി കൊണ്ടോ. അപ്പോൾ ദേ വരുന്ന ജ്യൂസും പലഹാരമായിട്ടൊക്കെ വരിക. വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ എന്തൊക്കെയാണിത്? ഇതൊന്നും വേണ്ടായിരുന്നു മക്കളെ, നിങ്ങൾ കഴിക്കുക. ദേ കണ്ടോ അതേപോലെ തന്നെ എൻ്റെ ഇളയമ പറയുന്ന അതേ രീതിയിൽ എനിക്ക് എൻ്റെ ഇളയമയായിട്ട് ദേ അമ്മയെ കിട്ടിയല്ലോ, എനിക്ക് സന്തോഷമായി, സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മഹേഷ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.